മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായാൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിലും ശ്രദ്ധാലുവാകും. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഒരുക്കമായി ഈ വചനഭാഗം നാം ധ്യാനിക്കുകയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെയും ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നിട്ടും ക്രിസ്തുവിനെതിരായി ചിന്തിക്കുന്ന വ്യക്തികളെയും ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുകയാണ്. ഒന്നാമതായി, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ. അതിഥിയായ ക്രിസ്തുവിനെ വളരെ നന്നായി പരിചരിക്കുന്ന മർത്ത, ക്രിസ്തുവിൻ്റെ ഓരോ അനുഗ്രഹ വചസ്സുകൾ കേട്ട് ധ്യാനിക്കുന്ന മറിയം, ഇപ്പോൾ വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ പൂശുകയും തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ദൈവിക ശക്തിയുടെ ജീവിക്കുന്ന അടയാളമായി മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കപ്പെട്ട ലാസർ. ക്രിസ്തുവിനെ അത്രയും അഗാധമായി ഈ വ്യക്തികൾ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒരനർത്ഥം സംഭവിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു പോലും കരയുന്നുണ്ട്. കാരണം ക്രിസ്തുവും ആ കുടുംബത്തെ അത്രയും അധികം സ്നേഹിച്ചിരുന്നു. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നിട്ടും ക്രിസ്തുവിനെതിരായി ചിന്തിക്കുന്നവർ. അപ്പോസ്തല ഗണത്തിലെ യൂദാസ്, ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ മറന്നുപോയ മൂത്ത മകൻ. 30 വെള്ളി നാണയങ്ങൾക്ക് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ക്രിസ്തു ഈ 2 കൂട്ടരുടെയും മനോഭാവങ്ങളെയും പ്രവൃത്തികളെയും സംഭാഷണങ്ങളെയും ശ്രദ്ധിക്കുകയാണ്. ഒടുവിൽ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അതായത് ക്രിസ്തുവിൻ്റെ ശാരീരികമായ സാന്നിധ്യം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായി അവൻ്റെ കൂടെ ആയിരിക്കുവാൻ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പരസ്നേഹ പ്രവൃത്തികളിൽ നാം വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ ക്രിസ്തുനാഥൻ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിക്ക് പാവങ്ങളെ സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആരോരുമില്ലാത്തവരെ, നിരാശയിലായിരിക്കുന്നവരെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യൂദാസിനെ പോലെ ശരീരം കൊണ്ട് മാത്രം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാതെ ബെഥാനിയയിലെ വിശുദ്ധ ജന്മങ്ങളായ ലാസറിനെ പോലെ, മർത്തായെ പോലെ, മറിയത്തിനെ പോലെ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അനുയാത്ര ചെയ്താൽ മാത്രമേ, അവന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമാവുകയുള്ളൂ. ദൈവത്തെ സ്നേഹിച്ച് അയൽക്കാരുടെ നന്മ കാംക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആകയാൽ ഈ കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുവാനും അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവരുടെ ജീവിതങ്ങളിലെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി അക്ഷീണം യത്നിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.